എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ലൂഫി അവൻ ആ ക്രൊക്കഡൈലിനെ കണ്ട് അങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. ഉടനെ ക്രൊക്കഡൈൽ പറയും, നിങ്ങൾക്കിപ്പോ എന്റെ സഹായം ആവശ്യമാണ്. എനിക്ക് നിങ്ങളുടെയും നമ്മൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ രണ്ടുപേരുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടും. എനിക്ക് നിന്റെ ബ്രദറിനെ രക്ഷിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം. എനിക്ക് ആ വൈറ്റ് ബിയർഡിനെ മീറ്റ് ചെയ്ത് അവനെ ബീറ്റ് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും സംഭവിക്കുമെന്ന് പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൂഫിക്ക് അങ്ങനെ ടെൻഷൻ കയറി വരും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ നിന്ന് സംസാരിക്കും. എനിക്ക് നിന്നോട് അത്രയ്ക്കും വെറുപ്പാണ്. സിറ്റുവേഷൻ ഇതല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ തല്ലിക്കൊന്നേനെന്ന് പറയും. പക്ഷെ ഇവാനാണെങ്കിൽ ക്രൊക്കഡൈലിനോട് ഇപ്പൊ യോജിക്കും. കാരണം അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അതിനുപരിയായിട്ട് ഇവാൻ നേരത്തെ തന്നെ ക്രൊക്കഡൈലിനെ അറിയാം. ഇവാൻ ഇപ്പോ അവനോട് കുശലമൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഇവാനാണെങ്കിൽ ഇപ്പൊ ക്രൊക്കഡൈലിന് മുൻപിൽ ഒരു ഡിമാൻഡ് വെക്കും. ക്രൊക്കഡൈൽ, നിന്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഞങ്ങളോട് മര്യാദയ്ക്ക് സഹകരിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല. അത് നമുക്കിടയിൽ തന്നെ സീക്രട്ട് ആയിരിക്കും. ക്രൊക്കഡൈലിനും ഇവാൻ പറയുന്നൊക്കെ കേൾക്കുമ്പോ കുറച്ച് ടെൻഷൻ ആവും, അതുപോലെ തന്നെ പേടിയും. അങ്ങനെ ഇവര് തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ നടക്കുമ്പോ ബാക്കിയുണ്ടായിരുന്ന പ്രിസണേഴ്സ് അവര് പറയും, ഞങ്ങളെ കൂടെ തുറന്നു വിടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവരിപ്പോ മുറവിളി കൂട്ടും. ഇവാൻ ഈ നിലവിളിയൊക്കെ കേട്ട് ഇപ്പൊ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അവന്റെ പവർ ഉപയോഗിച്ച് അവരെ തകർത്ത് താഴെയിടും. ഉടനെ ലോങ് ഷോട്ടിൽ നിന്ന് നമ്മുടെ ജയന്റ് അവൻ പതിഞ്ഞ ശബ്ദത്തില് ഇപ്പൊ ഇവാനോട് പറയും, എനിക്ക് എയ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാനും എയ്സും ആക്ച്വലി നല്ല ഫ്രണ്ട്സ് ആണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എയ്സിനെ സേഫായി പുറത്തേക്ക് കൊണ്ടുപോകണം എന്നത് തന്നെയാണ്. അതിനെന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ മോചിപ്പിക്കണം. ഉടനെ ഇവാനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതമാവും. അതുപോലെ തന്നെ അവൻ ഇംപ്രസ്ഡ് ആവും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ജയന്റ് ചിമ്പയെ നോക്കും. അവൻ ലൂഫിയെയും അല്പസമയം കഴിയുമ്പോൾ ലൂഫി പറയും, ഇനിയൊന്നും നോക്കാനില്ല, അവനെ തുറന്നു വിട്. ഇവാനാണെങ്കിൽ വണ്ടർ അടിക്കും, നീ എന്തായി പറയണേ? അവൻ ആരാണ്, എന്താണ്? അവനെ കുറിച്ച് ഒന്നും അറിയാതെ മാത്രം പറയുന്നത് കേട്ട് അവനെ തുറന്നു വിട്ട അത് വലിയ അപകടമാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ തറപ്പിച്ച് പറയും, മറ്റൊന്നും നോക്കാനില്ല, എനിക്ക് അവനിൽ വിശ്വാസമുണ്ട്, നമുക്കവൻ പ്രയോജനപ്പെടും. അത് കേൾക്കുമ്പോ ഇവാനും മറിച്ചൊന്നും പറയാൻ തോന്നില്ല. ഉടനെ ആ ലേഡി അവളാണെങ്കിൽ ക്രൊക്കഡൈലിന്റെയും ആ ജയന്റിന്റെയും അവരുടെ രണ്ടുപേരുടെയും സെല്ല് അത് അവളുടെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ബോഡിയിലുള്ള ആ ഒരു ചെയിന് അതും കട്ട് ചെയ്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ പുതിയൊരു ടീമിനെ തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞു. ക്രൊക്കഡൈലിനാണെങ്കിൽ ജിംബയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവന്റെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, വൈറ്റ് ബിയർഡുമായിട്ടുള്ള ആ വലിയ യുദ്ധം അതെങ്ങനെയെങ്കിലും തടയുക എന്നത് മാത്രമാണെന്ന്. അവനിപ്പോ ജയന്റ് ജിംബയെ നോക്കി ചിരിച്ച്, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല, വൈറ്റ് ബിയർഡിന് അവനെ ഞാൻ കൊല്ലുമെന്ന് പറയും. അത് കേട്ട് ജയന്റ് അവൻ ടെൻഷനാവും. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കാര്യം വഷളാകുന്നു മനസ്സിലാക്കിയ നമ്മുടെ ഇവാൻ അവനാണെങ്കിൽ ക്രൊക്കഡൈലിന്റെ പാസ്റ്റ് പറഞ്ഞു പേടിപ്പിച്ച് ഇപ്പൊ അവരവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. അല്പസമയം കഴിയുമ്പോ ആ കൺട്രോൾ റൂമിലെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് മിലിറ്ററിക്കാരെ വലിയ തോക്കും കത്തിയും അങ്ങനെ ഒരുപാട് വെപ്പൻസായി താഴേക്ക് അയക്കും. അവിടെ എത്തുമ്പോ നമ്മുടെ ആൾക്കാരുടെ പൊടി പോലും ആ ഫ്ലോറിൽ കാണാനുണ്ടാവില്ല. അവർ വണ്ടർ അടിച്ച് ചുറ്റും നോക്കും, പക്ഷെ അവിടെ എവിടെയും അവരില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഓൾഡ് ജയിലർ ആളെയും അതേ ലെവലിൽ തന്നെയായിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അവനാണെങ്കിൽ ഇപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും ആ സോൾജിയേഴ്സിന് പറഞ്ഞു കൊടുക്കും. നിങ്ങളെ കൊണ്ട് ഇനി അവരെ പിടിക്കാൻ കഴിയില്ല. സോ ഇപ്പൊ തന്നെ നിങ്ങൾ വാർഡനോട് ചോദിക്ക് എന്റെ സഹായം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഇതാ ഇപ്പൊ ഹാനിയബാലിനെ കാണിക്കും. അവനാണെങ്കിൽ വലിയൊരു ഞെട്ടലിൽ നിൽക്കുകയാണ്. കാരണം ആ ജയന്റും ക്രൊക്കഡൈലും അവർ രണ്ടുപേരും ആ ജയിലിൽ വെച്ച് തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. അവരാണ് ഇപ്പൊ ലൂഫിയുടെ കൂടെ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പൊ അടുത്തുള്ള ഒരു സോൾജിയർ പറയും, ഇപ്പൊ ഈ ജയിലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് നിനക്കാണ്. കാരണം വാർഡൻ അദ്ദേഹം ഇപ്പൊ ജയിലിലില്ല. അദ്ദേഹം എയ്സിനെ വൈസ് അഡ്മിറലിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലാണ്. സമയം കളയാതെ അവരെത്രയും പെട്ടെന്ന് പിടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജോലി അത് ഉറപ്പായാലും പോകും. അടുത്ത നിമിഷം ആ ജയിലിലുള്ള എല്ലാ സോൾജിയേഴ്സിനെയും ചീഫ് ഓഫീസേഴ്സിനെയും എല്ലാവരെയും കൂട്ടി അവരിപ്പോ അടുത്ത ലെവലിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ആൾക്കാർ അവരിപ്പോ ഉള്ളത് ആ സീക്രട്ട് ഏരിയയിലാണ്. ഡാൻസറിന് അവൻ ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ കൊടുത്ത് അവരിപ്പോ വീണ്ടും ഒരു പുതിയ ടീം ഉണ്ടാക്കി ഒറ്റയ്ക്ക് പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അവർ ആ ബേസിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അവർക്ക് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങും. അവർക്ക് ഇനി ഒരുപാട് പേരുമായിട്ട്
ഫൈറ്റ് ഇടേണ്ടി വരും. അവിടുന്ന് മുൻപോട്ട് പോകണമെങ്കിൽ ഒരു നേവി കപ്പൽ ആവശ്യമായിട്ട് വരും. അവരാണെങ്കിൽ എല്ലാം ചിന്തിച്ച് നല്ല കാൽക്കുലേഷനും തയ്യാറെടുപ്പോടും കൂടെ മുൻപോട്ടേക്ക് പോകും. മാത്രമല്ല ഇവർ ഇത്രയും പേര് രക്ഷപ്പെടണമെങ്കിൽ ആ നേവി സോൾജിയേഴ്സിന്റെ അവരുടെ ശ്രദ്ധ തെറ്റിക്കണം. അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. പ്രിസണേഴ്സിനെ എല്ലാവരെയും മാക്സിമം തുറന്നു വിടണം. അങ്ങനെ വമ്പൻ ആവേശത്തില് അവരിപ്പോ ഉഷാറായിട്ട് ഓടുകയാണ്. ഇതാ ഇപ്പൊ എയ്സിനെ വലിയൊരു കപ്പലില് കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുൻപിലായിട്ട് വലിയൊരു ഗേറ്റ് കാണും. അതാണ് ഗേറ്റ് ഓഫ് ജസ്റ്റിസ്. അത് തുറന്നവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇംബിൾ ടവറുമായിട്ട് അവർക്കിനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കപ്പലാണെങ്കിൽ ഇപ്പൊ പതിയെ ഗേറ്റ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകും. വാർഡനാണെങ്കിൽ ഭയങ്കര ആശ്വാസം. ആളിപ്പോ വലിയൊരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെ പിടിക്കാൻ സോൾജിയേഴ്സുമായിട്ട് ആ പ്രിസണിലേക്ക് കയറി ചെല്ലും. ഇവിടെ ലൂഫിയും ടീമും ആണെങ്കിൽ പുറത്തേക്ക് ചാടി ഓടി വരും. ലൂഫിയുടെ ഏക പ്രതീക്ഷ ഇനിയും എയ്സിന്റെ എക്സിക്യൂഷന് ടൈം ബാക്കിയുണ്ട്. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തി എയ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊരൊറ്റ ചിന്തയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് ഓടി വരുമ്പോ വലിയൊരു ഡോറ് അവർക്ക് മുൻപിൽ കാണും. ക്രൊക്കഡൈൽ ആണെങ്കിൽ ആ ഡോർ കണ്ട് ചിരിച്ച് അവന്റെ ഹുക്ക് കൈ അതുപയോഗിച്ച് ആ ഡോർ തകർക്കുകയാണ്. ആക്ച്വലി ക്രൊക്കഡൈലിന്റെ പവർ അതാ സാൻഡ് ഫ്രൂട്ടിന്റെ പവറാണ്. അവൻ എന്തിനെങ്കിലും ടച്ച് ചെയ്താ അതിന്റെ മോയ്സ്ചർ പവർ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് വെറും പൊടി പോലെ അവറ്റകളെ ആക്കാൻ അവനെ കൊണ്ട് സാധിക്കും. ആൻഡ് പ്ലാന്റ്, ഹ്യൂമൻ ബീങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. സ്ലോ മോഷനില് ഇപ്പൊ ക്രൊക്കഡൈല് അവൻ ആ ഡോറിലൂടെ പുറത്തേക്ക് വരും. അത് കണ്ട് ഒരു സെക്കൻഡ് ആ സോൾജിയേഴ്സ് ഷോക്കാവും. പക്ഷെ അടുത്ത നിമിഷം അവർ അറഞ്ചം പുറഞ്ചം ക്രൊക്കഡൈലിനെ ഷൂട്ട് ചെയ്യും. ക്രൊക്കഡൈലിന്റെ ബോഡി അത് മുഴുവൻ സാൻഡ് ആയതുകൊണ്ട് തന്നെ ബുള്ളറ്റുകളെല്ലാം അവന്റെ ബോഡിയിലൂടെ കടന്നുപോകും. ക്രൊക്കഡൈൽ ഹായ് ആയിട്ട് അവരുടെ തൊട്ടടുത്തെത്തും. അത് കണ്ട ഒരു സോൾജിയർ അവൻ വിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് സീ പ്രിസൺ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്സ് അത് അവന്റെ നേർക്ക് ഷൂട്ട് ചെയ്യ്. അതിന് ചെറുത്ത് നിൽക്കാൻ അവനെ കൊണ്ടാവില്ല. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ക്രൊക്കഡൈൽ അവനവന്റെ സാൻഡ് പവർ വെച്ച് അവരെ അട്ടിച്ച് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് പ്രിസൺ നെറ്റ് വെച്ച് ലൂഫിയെ പിടിക്കാൻ കുറച്ച് സോൾജിയേഴ്സ് ആണെങ്കിൽ ലൂഫിയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ലൂഫി അവന്റെ ഗം പവർ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം അവരെ ആഞ്ഞടിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജയന്റ് ജിംബെ ആളാണെങ്കിൽ കൈ ചുരുട്ടി ഇപ്പൊ പഞ്ച് ചെയ്യുന്ന പോലെ ഒരു പൊസിഷനിൽ നിൽക്കും. പക്ഷെ ആരെയും അവൻ ഇട്ടിക്കില്ല. ഇവൻ എന്തു പറ്റി വട്ടായി പോയെന്നൊക്കെ ചിന്തിച്ച് സോൾജിയേഴ്സ് ആണെങ്കിൽ അവനെ തന്നെ നോക്കും. അടുത്ത സെക്കൻഡ് ഇപ്പൊ ജിംബെ ആളുടെ അടുത്ത കൈകൂടെ വീശും. ആ ഒരു വീശലില് ചുറ്റുമുണ്ടായിരുന്ന സോൾജിയേഴ്സ് ദൂരേക്ക് തെറിച്ചുപോയി അടിച്ചു വീഴുകയാണ്. പിന്നെ അവർക്ക് അനക്കം ഉണ്ടാവില്ല. അങ്ങനെ മൂന്നാൾക്കാരും മൂന്ന് സ്റ്റൈലില് ആ സോൾജിയേഴ്സിനെ മുഴുവൻ തല്ലി തകർത്ത് താഴെ ഇട്ടു. അപ്പൊ അതേസമയം ഇവിടെ ഹാനിയബാലിന് ആൾക്ക് കോള് വരും. നമ്മുടെ ആൾക്കാര് ലെവൽ 5-ലെത്തി എന്നായിരിക്കും ഓപ്പോസിറ്റ് ഉള്ളവർ പറയാം. മാത്രമല്ല എന്നെ രക്ഷിക്ക്, ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കാൻ സോൾജിയറിനെ അയക്ക് എന്നൊക്കെ ആരൊക്കെയോ അവിടെ കിടന്ന് നിലവിളിച്ച് കൂവുന്നതും അവ കേൾക്കും. ഉടനെ ഹാനിയബാൽ ആണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായി അവിടേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് കുറെ ലയൺസ് ഒറ്റകളാണെങ്കിൽ ആമ പോലെ എന്തോ ഒരു സാധനത്തെ അവിടെ കാണും. അവർ കുറെ നേരം അതിനെ തട്ടിയും മുട്ടിയൊക്കെ നടക്കും. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവില്ല. അവസാനം അതിനടുത്ത് തന്നെ അവർ റെസ്റ്റ് ചെയ്യും. ആക്ച്വലി അതിനടിയിലാണ് നമ്മുടെ പാവം ബഗ്ഗയും നമ്പർ 3യും അവർ ഒളിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവരിപ്പോ ലെവൽ 2-ലെത്തി. അവർ ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്രൊക്കഡൈല് അവനാണെങ്കിൽ ആ നമ്പർ 1 വില്ലനെ അവനെ ലോക്ക് ചെയ്ത സെല്ലിന് അടുത്തേക്ക് വരും. അതിനുശേഷം അവന് കീ ഇട്ട് കൊടുത്ത് അവനോട് കൂടെ വരുന്നോ ചോദിക്കും. അവനാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ആ കീ എടുത്ത് പുറത്തേക്ക് വരാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.